നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മുതിർന്ന ആൾക്കാർക്ക് അവരുടെ ഒരു പ്രായം ഏറി വരുന്നതോടുകൂടെ ഈ കാഴ്ച ശക്തിയുടെ പ്രോബ്ലത്തിന്റെ കൂടെ തന്നെ കേൾവി ശക്തിയിലും വ്യത്യാസങ്ങൾ വരും. പക്ഷേ കണ്ണട യൂസ് ചെയ്യുന്നത് പോലെ അത്രയും കോമൺ ആയിട്ട് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റിഗ്മയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലായ്മ, നമ്മുടെ സൊസൈറ്റിയിലെ ബാക്കിയുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സിന്റെ അടുത്തു നിന്നൊക്കെ കിട്ടുന്ന ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാരണം പലപ്പോഴും ഈ പേഷ്യൻസിന് ഈ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാൻ എപ്പോഴും ഒരു മടിയായിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചുറ്റുപാടുള്ള ശബ്ദങ്ങൾ കേൾക്കാതാവുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ കോൺവെർസേഷൻസ് നമുക്ക് കേൾക്കാതാവുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമോഷണൽ സ്ട്രെസ് ഉണ്ട്. അത് കുറയ്ക്കാൻ ശരിക്കും ഈ നേരത്തെയുള്ള ഏർലി സ്റ്റേജസിൽ തന്നെ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെസ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ അതിന് ശരിക്കും നമ്മുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ സോഷ്യൽ സ്റ്റിഗ്മനെ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ.